അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെല്ലിക്ക ഉപ്പിലിടുന്നതാണ്. നെല്ലിക്ക ഉപ്പിലിടുന്നത് ഇത് വണ്ടിക്കാരുടെ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ്, ഈ തെള്ളുവണ്ടിക്കാരുടെ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല നെല്ലിക്ക നോക്കി എടുക്കാം. എടുത്തതിന് ശേഷം കാന്താരി മുളക് വേണം, ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. അപ്പോൾ കഴുകി ഞാൻ വെള്ളം തോരാൻ വെച്ചതിന് ശേഷം അത് വെള്ള തുണി കൊണ്ട് ഞാനൊന്ന് തുടച്ചെടുക്കുവാണ്. അപ്പം ഇങ്ങനെ തുടച്ചെടുത്തുക വെള്ളം എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ നെല്ലിക്ക ഇരുന്നോളും. വേണ്ട, ഇതേമാതിരി തുടച്ചെടുക്കണം. ഓരോ നെല്ലിക്കായും ഇതേമാതിരി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കാണിക്കാം. അത് തീർന്ന് അതിന് ശേഷം കാന്താരിമുളക് ഒന്ന് തുടച്ചെടുക്കാം. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. ഇപ്പം നമുക്ക് വെള്ള കാന്താരി ഉണ്ടായത് കൊണ്ടാണ് അതെടുത്തത്. ഞാൻ ഈ കാന്താരിമുളക് ഇങ്ങനെ എടുത്തതിന് ശേഷം വേറെ ഒരു തുണിയിലും കൂടെ വെച്ച് ഒന്നും കൂടെ വെള്ളം ഇതാക്കി എടുത്ത് ഉണക്കി അതിൻ്റെ വെള്ളം മൊത്തം നല്ല തോത്തി എടുത്തിട്ടുണ്ട്. വേണ്ട, വേറൊരു തുണിയിലും കൂടെ ഇട്ട് ഒപ്പിയെടുക്കുക വെള്ളം. അതിനുശേഷം ഈ നെല്ലിക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞല്ല, ഒന്ന് വരയണം. പിച്ചാത്തി വെച്ച് ഒന്ന് വരയണം. വേണ്ട, പിച്ചാത്തി വെച്ച് വരഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഉപ്പും എരിയൊക്കെ പിടിക്കാനാണ് നെല്ലിക്ക ഒന്ന് വരയുന്നത്. ഇപ്പോൾ കേടായ നെല്ലിക്ക ഉണ്ടെങ്കിൽ അതൊന്ന് ചെത്തിക്കളയണം. അപ്പം നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്നേരം തന്നെ നെല്ലിക്ക ഉപ്പിലിടണം. ഈ വരയുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പിലിടണം. വെള്ളം തിളപ്പിക്കാനും വെക്കണം, ഇല്ലെങ്കിൽ ഇത് മഞ്ഞ കളറാവും. നെല്ലിക്ക പെട്ടെന്ന് മഞ്ഞ കളറാവും. അങ്ങനെ ഇതെല്ലാം ഒന്ന് വരഞ്ഞിട്ട് വരാം. കേടായതൊക്കെ ഒന്ന് ചെത്തിക്കളയുകയും ചെയ്യാം. വേണ്ട, ഇത് ഒരുമാതിരി കളർ വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ട ഒരു കുഴപ്പമില്ല. വെളിയിലുള്ള കളർ വ്യത്യാസമേ ഉള്ളൂ. നല്ല നെല്ലിക്ക, നല്ല വലിയ നെല്ലിക്കായ, കയ്പില്ലാത്ത നെല്ലിക്കായാണിത്. ഇവിടെയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം നെല്ലിക്ക ഉപ്പിലിടുമ്പം വെള്ളം മുകളിൽ നിൽക്കണം, ഉപ്പും തോനെ നിൽക്കണം. മുമ്പിൽ നിൽക്കണം ഉപ്പും വെള്ളവും. വെള്ളത്തിനെ നമ്മൾ ചോറ് വെക്കുമ്പോൾ നല്ല ഉപ്പ് നല്ല മുമ്പിൽ നിൽക്കത്തില്ലേ നെയ്ച്ചോറ് വെക്കുമ്പോൾ, അതേമാതിരി തന്നെ ഉപ്പ് മുമ്പിൽ നിൽക്കണം. എന്നാലും നെല്ലിക്കകത്തോട്ട് പിടിക്കത്തുള്ളൂ. കല്ലുപ്പാണ് ഇടേണ്ടത്. അപ്പം വെള്ളം തിളച്ചിട്ട് വേണ്ട, ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വേണ്ട, ഇതിനാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം എരിയും പുളിയും ഉപ്പും എല്ലാം, ആ വിനാഗിരിയുടെ പുളിയും ഉപ്പും എല്ലാം നല്ല ബാലൻസ് ചെയ്യും നെല്ലിക്കായ്ക്കകത്ത്. അപ്പം നമ്മൾ നെല്ലിക്ക ഉപ്പിലിടാനുള്ള പാത്രമാണ് കഴുകി ഉണക്കി, അതും വെള്ളം ഇല്ലാതാണ് എടുത്തേക്കുന്നത്. ഉണക്കി വെച്ചിരുന്നത്, കമത്തി വെച്ചിരുന്നത് വെയിലത്ത്. ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെയും കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക അരിഞ്ഞു വെച്ചിരുന്ന ഇതേമാതിരി മഞ്ഞ കളർ വരും. അതാണ് പെട്ടെന്ന് ഇടണമെന്ന് പറയുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തൊടിയേ ചെയ്യരുത്, ഇത് പൂപ്പല് പിടിക്കും. ഇനി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഒരെണ്ണം ഇനി എടുക്കാം, കാരണം കത്തി കിടക്കണം, വെള്ളം മുകളിൽ നിൽക്കണം.
നമുക്കിങ്ങ് അടച്ചു കൊടുക്കാൻ മതി. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമേ ഇത് തുറക്കാവൂ. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതൊരു ചെറിയ പാത്രത്തിലും കൂടെ നമുക്ക് ഇട്ട് വെക്കാം. ഇനി ഇതിനകത്തും ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ കുപ്പിയാകുമ്പോൾ ആദ്യമേ ചെറിയ കുപ്പി അങ്ങ് തീർന്നതിന് ശേഷം വേണം വലിയ കുപ്പി തുറക്കാൻ. അതും അങ്ങ് എടുക്കാം. അപ്പം നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ പരുവത്തിൽ നെല്ലിക്ക ഉപ്പിലിട്ടത് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ.